കടലാമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ കടലാമയ്ക്ക് ഒരു പ്രശ്നവുമില്ല. കടലാമ പരിചരണത്തിൽ അല്ലെങ്കിൽ പ്രജനനത്തിൽ കേരളം ഒരു ചുവട് മുന്നോട്ട് വയ്ക്കണമെന്ന് കേന്ദ്രത്തിന്റെ ആഗ്രഹമാണ്. കാരണം കേരളത്തിലെ ചെമ്മീനിന് അമേരിക്കയിൽ നല്ല ഡിമാൻഡാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ ചെമ്മീനിന് അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആ വിലക്ക് മറികടക്കണമെങ്കിൽ ഒരു സുപ്രധാനപ്പെട്ട കാര്യം കേരളം ചെയ്തിരിക്കണമെന്ന് കേന്ദ്രം തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് കേരളത്തിന് കടലാമ പ്രജനന പദ്ധതിക്കും അതിനുള്ള കാര്യത്തിനും ഫണ്ട് അനുവദിച്ചത്, അല്ലെങ്കിൽ ബജറ്റിൽ തുക വകയിരുത്തിയത്, ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായത് എന്നാണ് ഒരു വിശദീകരണം. മറ്റൊന്ന്, ഈ കടലാമ പ്രജനനം കാണുന്നതിന് ഒഡീഷയിലാണെങ്കിൽ ഏകദേശം 5 ലക്ഷം കടലാമകളാണ് ഒരു സീസണിൽ മുട്ടയിടാൻ വേണ്ടി കരയിലേക്ക് വരുന്നത്. ഇത് കാണാൻ തന്നെ വിദേശത്ത് നിന്ന് ധാരാളം സഞ്ചാരികൾ, വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട് എന്ന ഒരു നിഗമനം കൂടിയുണ്ട്. കേരളത്തിലാണെങ്കിൽ ആലപ്പുഴ, തൃശ്ശൂർ ഇങ്ങനെ തുടങ്ങിയ ചില സ്ഥലം, കാസർഗോഡ്, ഈ തീരപ്രദേശങ്ങളിലൊക്കെ കടലാമ വരാറുണ്ട്, മുട്ടയിടാറുണ്ട്, പോകാറുമുണ്ട്. ഇത് വൻപിച്ച തോതിൽ കൂടുതൽ എണ്ണം കടലാമകൾ ഒരുമിച്ച് വരികയാണെങ്കിൽ ഇത് കാണാൻ ഒരുപാട് ആളുകൾ എത്തും എന്ന ഒരു സങ്കല്പവും എന്ന ഒരു ദീർഘവീക്ഷണവും കേന്ദ്ര സർക്കാരിന് ഉണ്ടായി. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം, കേരളത്തിലെ ചെമ്മീൻ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യാത്തത് കടലാമകളെ കേരളം സംരക്ഷിക്കുന്നില്ല. കടലാമകൾ ഈ വലയിൽ കുടുങ്ങി ചത്തുപോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്ന നിരീക്ഷണത്തിന്റെ ഭാഗമായാണ് ഈ ചെമ്മീൻ ഇറക്കുമതി വിലക്കിയിരിക്കുന്നത് അമേരിക്കയിൽ, കേരളത്തിൽ നിന്നുള്ള ചെമ്മീൻ. ഈ രണ്ട് സുപ്രധാന കാര്യങ്ങളിൽ കേന്ദ്രം ബദ്ധശ്രദ്ധരായി കേരളത്തിന് കൂടുതൽ ഫണ്ട് അനുവദിച്ചു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ, മത്സ്യത്തൊഴിലാളി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും പറയുന്നത് ഇതൊക്കെ വാസ്തവം തന്നെയാണ്. പക്ഷേ കേരളത്തിലെ ഈ തീരദേശം മിക്കവാറും ഇടങ്ങളിൽ പുലിമുട്ടൊക്കെ ഇട്ട് ബന്ദവസിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കടലാമകൾ ഇനി എവിടെ കൂടെ, ഏതെങ്കിലും ഇനി അണ്ടർഗ്രൗണ്ടിൽ കൂടി കയറി വന്ന് മുട്ടയിടും. അതുകൊണ്ട് ഇതിനുള്ള സാധ്യത എങ്ങനെയാണ് എന്ന് തലപുകഞ്ഞ് ആലോചിക്കുകയാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മേഖല. ഞാനിത് പറഞ്ഞത് വെറും ആമുഖമായിട്ട് മാത്രമാണ് പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാനും കേരളത്തിലെ വികസനോന്മുഖമായ കാഴ്ചപ്പാടുള്ള സർക്കാരിനെ താറടിക്കാനും കേരള ജനത ഇതൊക്കെ അർഹിക്കുന്നുള്ളൂ എന്ന് കാണിക്കാനും മാത്രമായിരുന്നു വെറും രണ്ടേ രണ്ട് പദ്ധതികൾക്ക് മാത്രം കേരളത്തിന്റെ പേര് ഒന്ന് പരാമർശിച്ചു പോവുകയും മറ്റു ഒരിടത്തും കേരളം വളരെ നാളായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും യാതൊരു അനുകൂല സമീപനവും കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകാത്തത് എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട് കേരളത്തെ അവഗണിച്ചു എന്ന് ചോദിച്ചാൽ, നമുക്ക് രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട്, ജോർജ് കുര്യനുമുണ്ട്, സുരേഷ് ഗോപിയുണ്ട്. ഗോപി ആശാനാണെങ്കിൽ നിരന്തരം എയിംസ് അവിടെ വരും, എയിംസ് ഇവിടെ വരും, എയിംസ് അങ്ങോട്ട് പോകും, എയിംസ് ഇങ്ങോട്ട് പോകും, എയിംസ് വാ, എയിംസ് പോ എന്ന തരത്തിൽ പ്രചരിപ്പിച്ച് തള്ളുന്ന മനുഷ്യനാണ്. ജോർജ് കുര്യൻ പിന്നെ ഒരു ഗുണത്തിനുമില്ല, ദോഷത്തിനുമില്ല. ഇടയ്ക്കിടയ്ക്ക് ക്രിസ്ത്യാനികളെ ദ്രോഹിക്കാൻ എന്തെങ്കിലും അവിടെ ഇരുന്ന് ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ ദ്രോഹിക്കുന്ന ഒരു മനുഷ്യ രൂപം മാത്രമാണ് ജോർജ് കുര്യൻ. പക്ഷെ സുരേഷ് ഗോപി എയിംസിന്റെ കാര്യത്തിലൊക്കെ തള്ളാൻ മിടുക്കരാണ്. പക്ഷെ തള്ളു മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. ഇന്നലെ ഇറങ്ങിയ കാരിക്കേച്ചറുകളും ഇന്നത്തെ പ്രധാനപ്പെട്ട ദിനപത്രങ്ങളിൽ സുരേഷ് ഗോപിയെ വരച്ചു ചേർത്തിട്ടുള്ളതുമൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. ഞാനിനി അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യവുമില്ല. ചുരുക്കത്തിൽ കേരളത്തോട് മുഖം തിരിച്ച്, കേരളം ഇന്ത്യൻ ഭൂപടത്തിലെ ഉള്ള സ്ഥലമല്ല, കേരളം വേറെ ഏതോ സ്ഥലമാണ് എന്ന തരത്തിലുള്ള ഒരു പരിഗണന മാത്രമേ ഇക്കുറി, അതായത് മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാമത്തെ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ എന്നാണ് രത്ന ചുരുക്കം. ഇനി ആമ എന്ന് പറഞ്ഞ് ആമ പ്രജനനത്തിന് പദ്ധതിക്ക് കാശടിച്ചു മാറ്റി എന്ന്, കാശ് വകയിരുത്തിയല്ലോ, കാശ് കിട്ടിയല്ലോ എന്ന് ആഹ്ലാദിക്കുന്ന BJP നേതാക്കളും BJP അണികളും ഒക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായുണ്ട്. പിന്നെ രാജീവ് ചന്ദ്രശേഖർജിയൊക്കെ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ കേരളം ഇതുവരെ അനുവദിച്ച ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് കേന്ദ്രം കൂടുതൽ പദ്ധതികൾ നൽകാത്തത് എന്നാണ്. അത് മറ്റൊരു സംഭവം. ഇനി കേരളത്തിന്റെ അതിവേഗ റെയിൽ സ്വപ്നം മിസ്റ്റർ ഇ ശ്രീധരനോട് കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞു അത്രേ, നിങ്ങൾ DPR ഒക്കെ കൊണ്ടുവരും, ഞങ്ങൾ ഉടനെ അനുവദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇ ശ്രീധരൻ പറയുന്നത് അതിവേഗ റെയിൽ പദ്ധതിയെ കുറിച്ച് ബജറ്റിൽ പരാമർശമില്ലെങ്കിലും അത് കേരളത്തിൽ നടപ്പിലാക്കും, ആ ഉറപ്പ് റെയിൽവേ മന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ്. അദ്ദേഹം ഇന്ന് പോയി പാലക്കാട് ഒരു ഓഫീസും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് DPR തയ്യാറാക്കുന്നതിന് വേണ്ടി. ഈ ശ്രീധരനെ പോലുള്ള പ്രമുഖരായ ആളുകളൊക്കെ ഇങ്ങനെ സ്തുതിപാഠകരായി അധപ്പതിക്കുന്നത് കാണുമ്പോൾ, ഇങ്ങനെ മണ്ടത്തരങ്ങൾ
കാണുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് കാണുമ്പോൾ സങ്കടമുണ്ടെങ്കിലും ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് കേരള ജനത ഒന്നടങ്കം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ബജറ്റിൽ ഒരു കാര്യവും സെമി സ്പീഡ് റെയിലിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് നിരന്തരം ആവശ്യപ്പെടുന്ന പദ്ധതികൾ, ഒരുപാട് പദ്ധതികൾ ആവശ്യപ്പെടുന്നുണ്ട്. ആ പദ്ധതികളുടെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിരിക്കും, ഞാനതിന് കാട് കയറി പറയുന്നില്ല. ഈ പദ്ധതികളിൽ ഒന്നും തന്നെ ഒരു പച്ചക്കൊടിയും കാണിച്ചിട്ടില്ല കേന്ദ്രം എന്നത് വളരെ വേദനാജനകമാണ്. നിഷേധാത്മകമായ സമീപനമാണ് കേരളത്തോട് കേന്ദ്രം പുലർത്തിയത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.